അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തത്തിമ്മുസ്സാലിഹാത്ത്. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ദീൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഗുണകാംക്ഷയാണല്ലോ. എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ഗുണകാംക്ഷയോടുകൂടി ഇടപെടുമ്പോഴാണ് ആ ദീനിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് ആ ഗുണകാംക്ഷയുടെ ചിത്രങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിരുന്നിന് ക്ഷണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ ബുസ്ർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. നസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അതിഥിയായിട്ട് വന്നു. കാല, അദ്ദേഹം പറയുന്നു, ഫഖറബ്ന ഇലൈഹി ത്വആമൻ ഫഅക്കല മിൻഹു. അങ്ങനെ ഞങ്ങൾ തിരുദൂതന് സമീപം ഭക്ഷണം കൊണ്ടുവച്ചു. അവിടുന്ന് അത് ഭക്ഷിക്കുകയും ചെയ്തു. സുമ്മ ഉതിയ ബി തംബ്രിൻ ഫക്കാന യഅ്കുലു വയുൽക്കിന്നവ ബി ഇസ്ബഈന. പിന്നീട് അദ്ദേഹത്തിന് ഈത്തപ്പഴം കൊണ്ടുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിന്നുകയും തൻ്റെ ഇരുവിരലുകൾ കൊണ്ട് കുരു പുറത്തിടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ജമാഅ സബായത്ത വൽ വുസ്ത വൽക്കന്നവ ബൈനൽ അസ്ബഈന. അദ്ദേഹം തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ച് അദ്ദേഹം ആ കുരുകളെയൊക്കെ അതിൽ ഒരുമിച്ച് വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുമ്മ ഉത്തിയൽ മാ, പിന്നീട് അദ്ദേഹത്തിന് ഉത്തിയൽ മാ ബിഷറാബിൻ ഫശരിബഹു. അങ്ങനെ അദ്ദേഹത്തിന് കുടിവെള്ളം നൽകുകയും അദ്ദേഹം അതിൽ നിന്ന് കുടിക്കുകയും ചെയ്തു. സുമ്മ നാവലഹുല്ലതി അൻ യമീനിഹി. അവിടുന്ന് അത് കുടിച്ച ശേഷം വലതുഭാഗത്തുള്ള ആളിന് അത് നൽകുകയും ചെയ്തു. കാല, അവിടുന്ന് ശേഷം ഫക്കാല അബി വാഹദ ബി ലിജാമി ദാബത്തിഹിനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവാരി മൃഗത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് എൻ്റെ പിതാവ് പ്രവാചകനോട് പറയുകയാണ്, ഉദു ലന, പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചാലും. ഫക്കാല, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, നീ ഇവർക്ക് നൽകിയ വിഭവങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ, ഇവർക്ക് പുറത്തു കൊടുക്കുകയും കാരുണ്യമരുളുകയും ചെയ്യണമേ എന്നുള്ളത്. സഹോദരങ്ങളെ, വളരെ ചെറിയതും നിസ്സാരവുമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ആതിഥ്യമരുളിയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല സൽക്കാരങ്ങളിലും കല്യാണ വിരുന്നുകളിലും മറ്റുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ വിളിക്കപ്പെടുന്നവരും ക്ഷണിക്കപ്പെടുന്നവരും ആ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നവരുമാണ്. പക്ഷേ പലപ്പോഴും തിരക്കുകളിലോ അതിൻ്റെ ബഹളങ്ങളിലോ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളെ ക്ഷണിച്ച ആ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോവാറുണ്ട്. ബോധപൂർവം നമ്മളൊന്ന് ശ്രമിച്ചാൽ, നിക്കാഹിന് വിളിക്കുകയാണെങ്കിൽ ആ വധൂവരന്മാർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ ക്ഷണിച്ചല്ലോ, നമുക്ക് ഭക്ഷണം നൽകിയല്ലോ, അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമാ ബൈനക്കുമ ഫി ഖൈരിൻ വലുത്തുഫിൻ വആഫിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന നമുക്ക് ആ വധൂവരന്മാർക്ക് വേണ്ടി അർപ്പിക്കാം. അതുപോലെ തന്നെയാണ് സൽക്കാരങ്ങൾ, മറ്റുള്ള വിരുന്നുകളൊക്കെ ആണെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, ഇവർക്ക് അവരുടെ ഭക്ഷണത്തിൽ, വിഭവങ്ങളിലൊക്കെ നല്ല ബർക്കത്ത് ചൊരിയുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന, അവരെ കേൾപ്പിച്ച് പറയാം അല്ലെങ്കിൽ കേൾക്കാതെ പറയാം, എങ്ങനെ പറഞ്ഞാലും അതവർക്ക് സന്തോഷകരം തന്നെയാണ്, അവർക്കത് അനുഗ്രഹം തന്നെയാണ്. നമ്മളെ വിളിച്ചു ക്ഷണിച്ചു എന്നതിന് നന്ദിപൂർവ്വം ഉപചാരപൂർവ്വം നമുക്ക് അവർക്ക് നൽകാവുന്ന ഒരു
കടപ്പാട് കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗുണകാംക്ഷയാണ്. എല്ലാ സന്ദർഭങ്ങളിലും ആ ഗുണകാംക്ഷ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയില്ലാത്ത ഒരു സന്ദർഭം ഇസ്ലാമിൽ കടന്നു പോകുന്നില്ല. അത് പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒന്നാണ് ഈ വിരുന്നിന് വിളിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എന്നുള്ളത് സന്ദർഭോചിതം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത്തരത്തിൽ നമ്മുടെ പ്രാർത്ഥനയോട് കൂടിയിട്ടാവണം നമ്മുടെ ഓരോ കർമ്മങ്ങളും അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ സ്വീകാര്യമാക്കുകയും പ്രാർത്ഥനകളെ അള്ളാഹു സ്വീകരിക്കുകയും നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുകയും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു ദൂരീകരിച്ച് ആശ്വാസം നൽകി തുണക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.